ഗംഭീരം. നിങ്ങളൊരു വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ, സമ്മതിച്ചു. ഇപ്പൊ ഇവിടെ ഇരുന്ന് പഴംപുരാണം പറയാതെ ആദ്യം മോൾക്ക് നല്ലൊരു ആലോചന കണ്ടുപിടിക്കും. എന്നിട്ട് മതി ബാക്കി കഥ പറച്ചില്. വെറുതെ ഇരുന്ന് വർത്താനം പറയുന്നു. ഞാൻ കണ്ടുപിടിക്കൂടി, ഈ സുദർശനം കണ്ടുപിടിക്കും. അല്ലേ മോളെ? എനിക്ക് എന്റെ മോളുടെ കല്യാണം കണ്ടിട്ട് വേണം മോളിലോട്ട് പോവാൻ. മായേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ കുഞ്ഞമ്മേ. ആ എങ്കിലേ ചിറ്റപ്പന്റെ കത്തിയും കേട്ടോണ്ട് ഇവിടെ ഇരിക്കെ. ആരാ മോളെ മെസ്സേജ് അയച്ചത്? എന്താ ശ്രീ, മെസ്സേജ് വന്നപ്പോ ഡള്ളായത്? ഓഫീസിൽ നിന്നാ? ഇത് സാധാരണ വരുന്ന മെസ്സേജ് അച്ഛാ. മെസ്സേജ് എന്താ നോക്ക്. ഉടനെ ഫോണും ഒന്നുമില്ല. ഇത് ഇമ്പോർട്ടന്റ് കോളൊന്നല്ല അച്ഛാ. ഞാൻ പോന്നു, സമയായി. എടി, ദാ ചോറ്. നോക്കി പോണേ മോളെ, അമ്പലത്തിൽ കയറാൻ മറക്കല്ലേ. ശ്രീരച്ച, ഇന്ന് അഷ്ടമിയല്ലേ, അതാ അവള് ഡള്ളായിരിക്കുന്നേ. ഈ ദൈവത്തിന്റെ ശക്തി ഒരു അത്ഭുതം തന്നെ. മനസ്സിൽ ചോദിച്ച വരം തന്നെ കിട്ടിയതുണ്ടല്ലേ. അതിന് സാർ എന്ത് വരാ ചോദിച്ചേ? കുഞ്ഞുങ്ങൾ വേണമെന്നാണോ? ഞാൻ ചോദിച്ചത് വേറൊന്ന്. എന്നും കണ്ണു തുറന്നു നോക്കുമ്പോ തന്റെ ഈ ചിരിച്ച മുഖം തന്നെ കാണാൻ പറ്റണേന്ന്. നോക്കി, ചിരിയോടൊപ്പം നാണം ഫ്രീ ആണെന്ന് തോന്നുന്നല്ലോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ. നാണമല്ല സർ, പൂജാരി ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സുപുത്ര പ്രാപ്തി രസ്തോന്ന്. എനിക്ക് പെൺകുട്ടി ആയാലും കുഴപ്പമില്ലെന്ന് ഓർത്ത് ചിരിച്ചതാ ഞാൻ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സംസ്കൃതത്തിൽ സുപുത്ര എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്ന് മാത്രമേ അർത്ഥമുള്ളൂ കുട്ടി. അത് ആൺകുഞ്ഞുമാവാം പെൺകുഞ്ഞുമാവാം. സുപുത്ര പ്രാപ്തി രസ്തു എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളുമുള്ള കുഞ്ഞ് ജനിക്കട്ടെ എന്നാണ് അർത്ഥം. ഭഗവതി, ആകെ കോമഡി സീനായി പോയല്ലോ. വാ തലമുട്ടളെ. അതെന്തോന്ന് സംസാര സൂക്ഷിച്ചേട്ടാ. നമ്മൾ മിക്കപ്പോഴും അവിടെ ഇവിടെയൊക്കെ ലാത്തി അടിച്ച് നിൽക്കാറുണ്ടല്ലോ. ചേട്ടന്റെ കണ്ണില് നമ്മളെ ഒന്നും കണ്ടാ പിടിക്കാത്തതാ. അല്ല, ചേട്ടൻ ഇപ്പോഴാണോ കടയിൽ പോകുന്നത്? ലേറ്റ് ആയെന്ന് തോന്നുന്നു. അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല. ചേട്ടൻ ആ കടയിൽ വലിയ സ്വാതന്ത്ര്യമല്ലേ. അതെ അതെ, അത് ശരിയാ. ശരിക്കും പറഞ്ഞാ സുദർശൻ ചേട്ടന് കടയിൽ പോയി പണിയെടുക്കേണ്ട ഒരാവശ്യമില്ല. മോളിപ്പഴ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ഹെഡല്ലേ. രവിചന്ദ്രവർമ്മൻ മുതലാളി വിട്ടാണെങ്കിൽ വളരെ വളരെ ക്ലോസും. ക്ലോസ് എന്ന് പറഞ്ഞാ ഇത്രയും ക്ലോസ് ഞാൻ വേറൊരു മുതലാളിയിലും തൊഴിലാളിയിലും കണ്ടിട്ടേ ഇല്ല. ആള് വീട്ടിൽ വന്ന് കാറി കൂട്ടിക്കൊണ്ടുപോകുന്നു, ജോലി കഴിഞ്ഞ് തിരികെ കൊണ്ടുവിടുന്നു, പിരിയുമ്പോ ടാറ്റ ബൈ ബൈ ഓക്കെ സീ യു. ആ ക്ലോസ് കാണുമ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് അസൂയ തോന്നും കേട്ടാ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യവും വേറെ ആർക്ക് കിട്ടില്ല. സത്യം പറഞ്ഞ നമ്മുടെ ഈ സുദർശൻ ചേട്ടന് കടയിൽ പോയി പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല. വീട്ടിലങ്ങോട്ട് ചമ്മണം പോട്ടിയിരിക്കുക, മോള് കൊണ്ടുവരുന്നത് അങ്ങ് ഉരുട്ടി വിഴുങ്ങുക, ധാരാളം വിശ്രമിക്കുക, അത്രേ ഉള്ളൂ. അല്ല, നിങ്ങളിത് എപ്പോഴാ വന്നത്? ഇത്ര പെട്ടെന്ന് പോയ കാര്യം നടന്നോ? നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയേ.
ഇങ്ങനെ കയറി ഉറങ്ങാൻ കിടന്നാൽ എങ്ങനെയാ? മോളുടെ പേര് കല്യാണ ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്യാൻ പോയതല്ലേ? ഓ, പൈസ എടുക്കാൻ മറന്നാണോ? എത്രയാ അവര് ചാർജ് ചെയ്യുന്നേ? നിങ്ങളുടെ എടുക്കാനില്ലെങ്കിലേ ഞാൻ കുറച്ച് കാശ് തരാം. ഓ, എന്റെ സരോജം, അല്പം സ്വസ്ഥത തരൂ എനിക്ക്. എന്തോന്നാ ശ്രീയുടെ ചെയ്തൊക്കെ? നിങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പോ ഇങ്ങനെയാണോ മറുപടി പറയുന്നേ? ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഒന്നും പറയാതെ തിരിച്ചു വന്ന് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നല്ലോ. ശ്രീരച്ച, നിങ്ങൾ എന്തേലും ഒന്ന് പറയും. രാവിലെ മോക്കൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ മനസ്സൊന്നും സന്തോഷിച്ചതാ. ഇപ്പൊ കടയിലും പോവാതെ ഇവിടെ വന്ന് കുമ്പ് കർണനെ പോലെ ഉറങ്ങാൻ പോകുന്നു. ശ്രീരച്ച, എന്താ ഇതൊക്കെ? ഓ, ഇന്ന് കടയിൽ ജോലിക്ക് പോകണല്ലേ? ആ, ഞാൻ പെട്ടെന്ന് അത് മറന്നുപോയി. ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. ആ, ഇറങ്ങ. ശ്രീരച്ച, നിങ്ങൾ ഇത് എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ വന്നിട്ട് സംസാരിക്കാടി. ഈ മനുഷ്യന് എന്ത് പറ്റി? കല്യാണ ബ്യൂറോന്ന് നേരെ അങ്ങ് കടയിലേക്ക് പോവായിരുന്നല്ലോ. എന്നിട്ട് ഇങ്ങോട്ടാ മടങ്ങി വന്നത്. ഇവിടെ വീട്ടിൽ വന്നിട്ട് വാ തുറന്നൊന്നും പറയുന്നുമില്ല. എന്റെ കരിക്കൂത്തിന്നെ കാത്തോളണേ. അത് കൊള്ളാം. അച്ഛനല്ലേ എന്റെ ഫോൺ മാറി എടുത്തോണ്ട് പോയത്? എന്റെ സ്വന്തം ഫോൺ അടിച്ചു മാറ്റി എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ എന്നെ ചാടിക്കടിക്കാൻ വരുന്ന എന്തിനാ? ഞാൻ അതിലൊരു ഗെയിം കളിച്ച് പകുതി വച്ചിരുന്നതാ, അതും പോയി. അല്ലെങ്കിൽ ഞാനിപ്പോ കളിച്ച് ജയിച്ച് ഡയമണ്ട് നേടിയനെ. എന്റെ ഫോൺ ഇങ്ങടാ. താനാ ഇത് എന്റെ ഫോൺ തന്നെയാണല്ലോ. ഇവൻ മാറ്റിയെന്നാ ഞാൻ കരുതിയത്. അപ്പോ എനിക്കാണ് അബദ്ധം പറ്റിയത്. അതെ ചേട്ടാ, ചേട്ടന്റെ മനസ്സ് ശരിയല്ല. ഫോണിലിരിക്കുന്ന വിഷയം അങ്ങനെയാണല്ലോ, അതാണ് പ്രശ്നം. ചേട്ടൻ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും. ഹലോ മാഡം, താൻ ഉദ്ദേശിച്ച തരത്തിൽ ഞാൻ ചുറ്റി നടന്നിട്ടൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും നമ്മളുടെ ആളിന്റെ കൂടെ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാനും ജ്യൂസ് കഴിക്കാനൊക്കെ പോകാറുണ്ട്. അല്ലാതെ എനിക്കും വേറെ സ്ഥലങ്ങളൊന്നും അറിയില്ല ഇതുവരെ. ഓഹോ, അത് ശരി. അപ്പൊ ആരുടെ കൂടെ ആണാവോ ഈ ഐസ്ക്രീമും ജ്യൂസും കുടിക്കാൻ പോകുന്നത്? നമ്മളുടെ ആളിന്റെ ഒപ്പം. എന്താ വിരോധമുണ്ടോ നമ്മളുടെ ആളാകാൻ? Government here. Connect me to Chetai, please. Okay. What? വന്നില്ലേ? ശരി ശരി, ഞാനൊന്ന് മൊബൈൽ വിളിച്ചോട്ടെ. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നല്ലേ ബാലമ്മ പറഞ്ഞത്? അത് ശരിയാണല്ലോ. ചേട്ടായി ഓഫീസിൽ പോണെന്നും പറഞ്ഞു പോയിട്ട് ഇപ്പോഴും ഓഫീസിൽ എത്തിയില്ലല്ലോ. വേറെ എവിടെ പോയതായിരിക്കും? എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. നേരത്തെ അറിയായിരുന്നോ? എന്ത്? അതെ രഘു, രഘുവിന്റെ ചേട്ടായി ഈ കാണുന്നത് പോലെ അത്ര പാവമൊന്നും അല്ല. ഞാൻ പറയുന്നത് ഇവിടെ ആർക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ഐ എം ഡാം ഷുവർ ഹി ഈസ് ഇൻ ഡീപ് ലവ്. ഹി ഈസ് ഇൻ എ തിക് റിലേഷൻഷിപ്പ്. ഉറപ്പായിട്ടും ഇപ്പൊ ഓഫീസ് സ്കിപ്പ് ചെയ്ത് സ്വന്തം ഗേൾഫ്രണ്ടിന്റെ അടുത്ത് കാണും രഘുവിന്റെ ചേട്ടായി. സോറി രേഖ, നോ. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ വിശ്വസിക്കാൻ പറ്റൂ. നീ പറയുന്നത് കെട്ടുകഥകളാണ്, വെറും ഊഹാപോഹം. ഒരു ഊഹാപോഹവും ഇല്ല. ഐ എം ഡാം ഷുവർ രഘു. ബ്രദർ ഇൻ ലോയ്ക്ക് ഉറപ്പായും ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. പക്ഷെ ഇപ്പൊ പ്രേമപ്പനി പിടിച്ച നടപ്പ്. കം ഓൺ രേഖ, വാട്ട് ഈസ് ദിസ്? സാധാരണ ഇത്തരം ഗോസിപ്പുകൾ പറഞ്ഞുണ്ടാക്കുന്നത് പുറത്തുള്ളവരാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ആൾ തന്നെ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ബോറാണ് കേൾക്കാൻ. ഓഹോ, അത് ശരി. ഇപ്പൊ അങ്ങനെ ആയല്ലേ? ഞാൻ അപവാദം പറഞ്ഞു നടക്കുന്നു. എനിക്കതുകൊണ്ട് എന്താണ് നേട്ടം? അറിയാം, മറന്നിട്ടില്ല ഞാനത്. എന്നാലേ മറക്കേണ്ടി വരും. ആ പ്രോപ്പർട്ടി, വെയർഹൌസ്, രാജനന്ദിനി ആൻഡ് കമ്പനി, ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് കരുതി മറക്കുന്നതാ ഇനി നിനക്ക് നല്ലത്.
ഇത്രയും നാള് സംരക്ഷിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടു എന്നത് സത്യമാ. പക്ഷേ ഇപ്പതാ താൻ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്നു. ഇനിയും രാജനന്ദിനിയുടെ ഓർമ്മയ്ക്കായി മാത്രം ആ വെയർ ഹൗസ് വച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ഫലം? മൂന്ന് മാസം കഴിഞ്ഞ അത് ഓട്ടോമാറ്റിക്കായി ജിഡിക്ക് സ്വന്തമാവും, അല്ലെങ്കിൽ അയാളുടെ ബ്രദറിന്. പിന്നെയും അത് നമ്മുടെ കൈവശം തുടരണമെങ്കിൽ ഗൗരിദാസിന്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ അയാളുടെ ബ്രദറിന്റെ പെർമിഷൻ. നീ എത്ര നിസ്സാരമായിട്ടാ പറയുന്നത് അത് സ്വപ്നമായിട്ട് മറക്കാൻ? നിസ്സാരമായിട്ടല്ല, നിന്റെ നല്ലതിനു വേണ്ടി. എന്ത് നല്ലതിനു വേണ്ടി? ശ്രീരാജാറാം, ആ പ്രോപ്പർട്ടി ഈ നിമിഷം വരെ എന്റേതാണ്. അതിനി അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. കാരണം അത് എനിക്ക് വെറും പ്രോപ്പർട്ടി അല്ല രാജാറാം. ഐ ലീവ്ഡ് എ ലൈഫ് ദർ. കറക്റ്റ്, സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പൊ വരെ അത് നിന്റേതാവുന്നുള്ളൂ. 3 മാസം കഴിയുമ്പോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് ജിഡിയുടേതാണ്. അയാളാണ് സ്വന്തം ബ്രദറിനെ വെച്ച് ഈ കളി കളിക്കുന്നത്. അതിന് ജിഡി മരിച്ചില്ലേ? തമാശ പറയണ്ട. നിന്റെ വെടിയേറ്റതും അയാൾ താഴെ വീണതും നേര്. പക്ഷേ ഒരുതരം പല്ലിയുടെ ജന്മം അയാളുടേത്. ആപത്ത് മണത്താൽ വാല് മുറിച്ചെറിഞ്ഞ് ഓടി ഒളിക്കും. അത് പക്ഷേ എല്ലാം അവസാനിപ്പിക്കാനല്ല, മറ്റൊരിടത്ത് വെച്ച് മറ്റൊരു തുടക്കമിടാന്. ജിഡി വീണ്ടും വരും. എന്തു പറ്റി നിനക്ക്? ഞാൻ നിലത്ത് തന്നെയാ നിക്കുന്നേ. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഓ, ഒരു തോന്നലും ഇല്ല. നീ വെറുതെ തർക്കിക്കാതെ കാര്യം പറ ശ്രീലക്ഷ്മി. ഇതാരപ്പ എന്നെ വിളിക്കാൻ? അല്ല, ശ്രീയുടെ അച്ഛനാണല്ലോ. ആ, പറയും മനുഷ്യ, എന്താ ഒരു ഫോണിൽ വിളി? ഇന്ന് വീട്ടിൽ വരില്ലേ? അതെന്താ, സ്റ്റോക്ക് വരാനുണ്ടെന്നോ? ആ, ശരി ശരി, അല്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല. നിങ്ങളിങ്ങ് വരാൻ നോക്ക്. ആ, അതെന്താന്ന് വെച്ച് സൗകര്യം പോലെ ചെയ്താൽ മതി. പറ്റിയാണെങ്കിൽ ഓട്ടോ പിടിച്ചെങ്കിലും വരാൻ നോക്കണം. മാനത്ത് നല്ല മഴക്കോളുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ആ, ശരി ശരി, ഫോൺ വെച്ചോ. എന്തു പറ്റിയമ്മേ? കടയില് സ്റ്റോക്ക് വരാനുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ലാന്ന്. ലേറ്റ് ആവുകയാണെങ്കിലേ ഇന്ന് വീട്ടിൽ വരില്ലാന്ന്. എന്ത് കഷ്ടാ നോക്കിയേ. അമ്മേ, അച്ഛനോട് പറ വീട്ടിൽ വരാൻ. സ്റ്റോക്ക് വരുമ്പോ അവര് വിളിക്കട്ടെ, അപ്പൊ പോയാ മതിയല്ലോ. ഓ, അത് ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാം. നീ പോയി ആ ഉണങ്ങാനിട്ട തുണിയൊക്കെ എടുത്തോണ്ട് വരാൻ നോക്ക്. നല്ല മഴക്കോളുണ്ട്. ചെല്ലങ്ങോട്ട്. എന്റെ ദൈവമേ, എന്ത് ദുരന്താണെന്ന് നോക്ക്. ഈ രാജ്യത്തെ പ്രേമിക്കുന്നവർക്ക് ഇത്ര കഷ്ടപ്പെടാൻ ഓർത്തില്ല. ഇവിടെയാണെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ ഉടനെ വീട്ടുകാരപ്പ അത് കണ്ടുപിടിച്ചിരിക്കും. പ്രത്യേകിച്ച് അമ്മമാര്. ഭയങ്കര സാധനങ്ങൾ തന്നെ. ഇന്ന് അച്ഛനോട് പറയാൻ നല്ല ധൈര്യം സംഭരിച്ചതായിരുന്നു. അപ്പൊ ദേ അച്ഛൻ വരില്ലാന്ന് വിളിച്ചു പറഞ്ഞു. അച്ഛനിനി നാളെ വരുമ്പോഴേ പറയാൻ പറ്റൂ. കറക്റ്റ്. അച്ഛൻ ഇനി എന്റെ മുമ്പിൽ എപ്പോ വന്നു നിന്നാലും ഞാൻ പറയും ഇക്കാര്യം. ഇപ്പൊ എനിക്കിത് പറയാൻ നല്ല ധൈര്യമുണ്ട്. രവിവർമ്മൻ സാറാ എനിക്ക് ധൈര്യം തന്നത്.
അയ്യോ സോറി, രാവിലെ പാല് വാങ്ങാൻ പോയ ആളുടെ ഈ തടഞ്ഞെടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ചായ ഉണ്ടാക്കുന്ന സമയത്ത് പാല് കൊണ്ടിച്ചെന്നില്ലെങ്കിലേ സൈറോജാമ്മ പറഞ്ഞോളൂ ഇങ്ങോട്ട് വരും. വാ, ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോയി പാല് മേടിക്കാം. അയ്യോ സർ, അത് വേണ്ട. സാർ എന്റെ കൂടെ വന്ന അതോടെ തീരുമല്ല. അതെന്താ? ആ പാൽക്കടക്കാരൻ അച്ഛനോട് പറയും നമ്മളെ കുറിച്ച്. ഈ വിഷയം മൂന്നാമതൊരാൾ അച്ഛനോട് പറയുന്നത് ശരിയല്ല. ഞാൻ തന്നെ വേണം അച്ഛനോട് ഇത് ആദ്യം പറയാം. അതാ അതിന്റെ ശരി. അപ്പോ ഇത്രയും സമയം നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചതോ? അയ്യോ സർ, ആരെങ്കിലും കണ്ടോ നമ്മളെ? കാണുന്നവര് കാണട്ടോ. ഇനിയിപ്പോ ആ കാരണവും പറഞ്ഞ് നമുക്ക് ഈ വിഷയം വീട്ടിൽ സംസാരിക്കാമോ? എന്തു പറയണു? വേണ്ട വേണ്ട, അങ്ങനെയല്ല. ഷോർട്ട് കട്ട് ഒന്നും വേണ്ട. ഞാൻ തന്നെ അച്ഛനോട് സംസാരിച്ചോളാം. ഇപ്പൊ സാറ് പൊയ്ക്കോ. സാറിനെ കാണാൻ സംസാരിക്കാൻ ചെയ്തല്ലോ, എനിക്ക് സമാധാനായി. തനിക്ക് സമാധാനമായപ്പോൾ എന്നെ പറഞ്ഞു വിടാന്നൊക്കെയാണല്ലേ? വേണ്ട വേണ്ട, കൂടുതൽ പഞ്ചാര അടിച്ച് ഇവിടെ നിന്നാ ശരിയാവില്ല. സാറ് കാറ് കയറിയട്ടെ, ഓഫീസിൽ പോകാൻ ലേറ്റ് ആവും. കേറ് കേറ് കേറ്. ഹലോ, സോറി, ഞാൻ സൗമ്യല്ല, ദിവ്യയാണ്. ഓക്കെ, ശരി, ഞാൻ പറയാം. ആ, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ദിവ്യ എന്താ ഇവിടെ? ഞാൻ മാഡത്തിനെ അന്വേഷിച്ചിട്ട് വന്നതാ. മീറ്റിംഗ് തുടങ്ങാറായി. അറിയാം. സൗമ്യ ഇന്ന് ഓഫീസിൽ വരില്ല. അവള് തയ്യാറാക്കിയ പ്രസന്റേഷൻ പ്രിന്റ് എടുത്താലേ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ. യു പ്രൊസീഡ്, ഞാൻ വന്നോളാം. ശരി, ഓക്കെ മാഡം. GD ഗൗരിദാസ്. സർ, ഇന്റർനാഷണൽ എക്കണോമിക് ഫോറത്തിൽ നമ്മുടെ കമ്പനിയുടെ ഫിനാൻസ് പ്ലാൻ ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു സ്പോട്ട് റിസർവ് ആയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് വേൾഡ് വൈഡ് മീഡിയ അറ്റൻഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഫിനാൻസ് ഹെഡ്സ് അവരുടെ റിപ്പോർട്ട്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ബട്ട് സർ, ദർ ഇസ് എ പ്രോബ്ലം നൗ. What is that? രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന്റെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന സൗമ്യ ഇതുവരെ മീറ്റിംഗിന് എത്തിയിട്ടില്ല. വേറെ ആരെങ്കിലും ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് കൂടി ഇല്ലാതെ. ആക്ച്വലി സൗമ്യയോട് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞത് ശ്രീലക്ഷ്മിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോഴത്തെ ശ്രീലക്ഷ്മി മീറ്റിംഗിന് എത്തിയിട്ടില്ല. രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ചീഫായ ശ്രീലക്ഷ്മിയെങ്കിലും ഈ ഒരു അവസരത്തിൽ കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഫിനാൻസ് ഹെഡ് സൗമ്യ വരണ്ടെന്ന് ശ്രീലക്ഷ്മിയാണ് പറഞ്ഞത്. എന്താ സാൻഡ്ര അതിന് കാരണം? വെൽ, ഐ ഡോണ്ട് നോ സർ. ഈ സിറ്റുവേഷനിൽ ശ്രീലക്ഷ്മി മാഡം ഇവിടെ ഉണ്ടാവണമായിരുന്നു. അതാണ് മര്യാദയും. എന്റെ ഒരു പഴയ സുഹൃത്തുനിന്ന് കടയിൽ വന്നിരുന്നു. അവനൊരു ചെറുപ്പക്കാരൻ മോനുണ്ട്. കല്യാണം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നേ. പേര് കുമാർ. സ്വന്തമായിട്ടെന്തോ ബിസിനസ് നടത്തുകയാണ് അവൻ. വേറെ പെണ്ണ് നോക്കണ്ട, നമ്മുടെ മോളുണ്ടെന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചതാ ഞാൻ. നാവിന്റെ തുമ്പ് വരെ വന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതാ കൂട്ടുകാരൻ. അതുകൊണ്ട് ഉടനെ കല്യാണക്കാര്യം പറയുന്നത് ശരിയല്ലാന്ന് തോന്നി. ഏതായാലും ഞാനവന് ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പയ്യനെങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ മോൾക്ക് ചേരുന്ന പയ്യനാണോ എന്ന് നോക്കിയിട്ട് പോരെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ പയ്യന്റെ പേരെന്താന്നാ പറഞ്ഞേ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവന്റെ പേര് കുമാർന്ന. അയ്യോ, ആണോ? ആ അതെ. എന്തു പറ്റി ഒരു അയ്യോ വെക്കാൻ? അല്ല, ഈ കുമാറിന് പകരം വല്ല സന്തോഷ് കുമാറെന്നോ സനൽ കുമാറെന്നോ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് പറയായിരുന്നു.
നീ എന്താ തമാശ പറയാണ്? തമാശയൊന്നും അല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നില്ലേ സ്റ്റോക്ക് റൂമില് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫയല് താഴെ വീഴുമെന്ന്. ഒരു ദിവസം സാറ് വന്നപ്പോഴും ഒരു ഫയല് താഴെ വീണിരുന്നു. ഓർമ്മയുണ്ടോ അത്? ഓക്കെ, താൻ കാര്യം പറയും. എപ്പോഴും വീഴുന്ന ആ ഫയലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു സർ. ഫയലിന് പ്രത്യേകതയോ? അതെ സർ, ഓരോ പ്രാവശ്യവും താഴെ വീണിരുന്നത് ഒരേ വർഷത്തെ ഫയലായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞ ഓഗസ്റ്റ് 1999 2000 വർഷത്തെ ഫയൽ. അത് വളരെ വിചിത്രമാണെന്ന് സാറിന് തോന്നില്ലേ? സംതിങ് വിയർഡ് എന്ന് പറഞ്ഞ താൻ ഇന്നലെ രാത്രി ഹൊറർ ഫിലിമല്ലോ കണ്ടോ? വല്ല ദുസ്വപ്നം കണ്ട പോലെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. ഞങ്ങളെ രണ്ടാളെയും പേടിപ്പിച്ച് കൊല്ലൂത്. രാജാറാം, സ്റ്റോപ്പ്. താനിതെവിടെ പോകുന്നു? ശ്രീലക്ഷ്മിക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ലേ? നല്ല രസമുണ്ട് കഥ കേൾക്കാൻ. കഥയല്ല സർ, ഐ എം സീരിയസ്. ഓരോ പ്രാവശ്യവും ഒരേ വർഷത്തെ ഫയലാ വീഴുന്നത്. അതെന്താ അങ്ങനെ സംഭവിക്കാൻ? അതെന്താ അങ്ങനെ സംഭവിക്കാൻ? ചിലപ്പോ ആ ഫയലിന് തന്നെ കാണുമ്പോ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിക്കാണും. കടയിൽ ഇരുന്നോണ്ടേ നിന്റെ കല്യാണക്കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നത്. അവിടെ അങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് തോന്നുന്നു. അത് ശരിയാ, വേറെ പണിയൊന്നുമില്ലാത്തവർക്കേ ഇത് തന്നെയാ പണി ഇപ്പൊ. അതെന്താടി കല്യാണക്കാര്യം പറയുമ്പോ മാത്രം നിനക്കൊരു കുത്തുവാക്ക്? ഒന്നുമില്ല അമ്മേ, പ്ലീസ്. ഇനി ഇക്കാര്യം സംസാരിച്ച് വഴക്കുണ്ടാക്കാൻ വരണ്ട. ദയവ് ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യരുത്. ചേടാ, ഇത് നല്ല കഥയായല്ലോ. അവളുടെ ദേഷ്യം കണ്ടെത്തൊന്ന് ഞാൻ വേറെ ഏതോ കല്യാണം കഴിക്കാൻ പോവാന്ന്. അല്ല, ഇന്നലെ നീ അച്ഛൻ വന്നോന്ന് തിരക്കിക്കൊണ്ട് പട്ടിക്കുട്ടിയെ പോലെ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കണ്ടല്ലോ. ഇന്ന് അച്ഛൻ നിന്റെ കല്യാണക്കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? അത് മനസ്സിലാവുന്നില്ല. ഓ എന്റെ ദൈവങ്ങളെ, ഞാൻ എന്തിനാ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ശല്യം ചെയ്യില്ലെന്നേ പറഞ്ഞുള്ളൂ. അത് വിട്. എന്നിട്ട് അച്ഛൻ എപ്പോ വരുന്നു പറ. ആ ബെസ്റ്റ്. നിന്റെ അച്ഛൻ എപ്പോഴാ കറക്റ്റ് സമയത്ത് വീട്ടിൽ വന്നിട്ടുള്ളത്? അത് വന്നിട്ട് എപ്പ വന്നു എന്ന് പറഞ്ഞാ മതി. എന്തായാലും നിന്റെ അച്ഛൻ എന്താ ഫോണിൽ പറഞ്ഞെന്നറിയാമോ? അറിയണ്ട. ദേ, ആ വിഷയം സംസാരിച്ചോണ്ടാ ഞാനിപ്പോ മൂഡ് ഓഫ് ആയത്. വെറുതെ വീണ്ടും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അയ്യോ, അതെന്താടി നിസ്സാര കാര്യമാണോ ഇത്? നിന്റെ ഭാവിയുടെ കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ഈ വിഷയം ഈ വീട്ടിൽ സംസാരിച്ചേ പറ്റൂ. ആയിക്കോട്ടെ, സംസാരിക്കാം. എല്ലാം സംസാരിക്കാമേ. ആദ്യം അച്ഛനൊന്ന് വരട്ടെ. ഓ അത് ശരി. അപ്പൊ അത് നീ അച്ഛന്റെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ, എന്റെ അടുത്ത് സംസാരിക്കില്ലേ? അയ്യോ എന്റെ അമ്മേ, അതങ്ങനെയല്ല. ആ ശരി ശരി ശരി, നീ എന്ത് വേണോ ചെയ്, എനിക്കറിയണ്ട. ഇപ്പതേ നിന്റെ അച്ഛൻ ഒരു പരിചയക്കാരന്റെ മകന്റെ കാര്യം പറഞ്ഞു. അത് നല്ല ബന്ധാണെങ്കിൽ ആലോചിക്കാന്ന്. മീറ്റിംഗിൽ ശ്രീലക്ഷ്മി പെട്ടെന്ന് ഓരോന്ന് ചോദിച്ചപ്പോ എനിക്കെന്ത് പറയണമെന്നറിയില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒളിച്ചു വെക്കുന്ന കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല രാജ. എന്തിനതൊക്കെ? ഏയ് അങ്ങനെയല്ല രവി. ഏതായാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കഴിഞ്ഞ ദിവസം ആ കുട്ടി വേറോസ് തപ്പിപ്പിടിച്ചു പോയത് നീ മറക്കരുത്. അതുപോലെ ഇനിയും എന്തെങ്കിലും തപ്പി കണ്ടുപിടിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മുടെ പഴയ റെക്കോർഡുകളൊക്കെ മാറ്റുന്നത് നല്ലതിനാവുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കില്ല രാജ. പഴയ റെക്കോർഡുകളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. ശ്രീലക്ഷ്മി അതിന്റെ പിന്നാലെ പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. വേണ്ട രീതിയിൽ തന്നെ ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. നീ അതെനിക്ക് വിട്ടെന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. ഏതായാലും ഒരു കാര്യം ഞാൻ തീർച്ച പറയാം.
ശ്രീലക്ഷ്മി രവിവർമ്മനെ പ്രേമിക്കുന്നുവെന്ന ഷോക്കിംഗ് ന്യൂസ് പറഞ്ഞ സുദർശൻ അങ്കിൾ അപ്പം അവിടെ തലചുറ്റി വീഴും. എനിക്കത് ഉറപ്പാ. നീ എന്തൊക്കെ ഈ പറയുന്ന ദീപു? ശ്രീയെ പേടിപ്പിക്കാതെ. ഇങ്ങനെയാണോ നമ്മൾ അവളെ സഹായിക്കുന്നത്? അല്ല കൃഷ്ണ, ശ്രീലക്ഷ്മി ഈ വിഷയം പറഞ്ഞ സുദർശൻ അങ്കിൾ ബോധം കെട്ട് വീഴുമെന്ന് ഉറപ്പാ. ഒന്നിലും സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ ഷോക്ക് കിട്ടിയിട്ട്. ഏതായാലും വീഴുന്ന കാര്യത്തില് യാതൊരു സംശയം വേണ്ട. ഞാൻ ആ ഗ്യാരണ്ടി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവന് വട്ടാണ് ശ്രീലക്ഷ്മി. ഇവനെ നമ്മളുടെ കൂടെ കൂട്ടിയത് തന്നെ തെറ്റായിപ്പോയി. അങ്ങനെയല്ല കൃഷ്ണ, ദീപു പറയുന്ന കാര്യത്തിലും കഴമ്പുണ്ട്. ഇക്കാര്യത്തില് എന്റെ അച്ഛനും അമ്മയും എന്ത് തീരുമാനം എടുക്കുന്ന ഇപ്പോഴും എനിക്ക് ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. വെറും ഷോക്കും ബോധം കെടലും അല്ല, മരണം വരെ. എനിക്ക് അത് കലച്ചിട്ട് പേടിയാവുന്നുണ്ടിപ്പോ. എന്ന് പറഞ്ഞ പ്രപ്പോസ് ചെയ്ത് ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും നീ ഈ പേടിയാവുന്നെന്ന് പറയുന്നത് ഭയങ്കര ബോറാണ് ശ്രീ. അതൊരുമാതിരി തേപ്പ് പരിപാടിയാണ്. നീ ആയിട്ട് അങ്ങനെയൊന്നും ആലോചിക്കുക പോലും ചെയ്യരുത്. അങ്ങനെയൊന്നും എന്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല. ഇതിപ്പോ കാര്യം എനിക്ക് എന്റെ വീട്ടിൽ അവതരിപ്പിക്കാനുള്ള ധൈര്യക്കുറവാ പ്രശ്നം. അതെ, ആ പ്രശ്നം ഒരുപക്ഷെ ശ്രീലക്ഷ്മിക്ക് മാത്രമേ പരിഹരിക്കാനും പറ്റൂ. അല്ല, വേറൊരാൾ കൂടി വിചാരിച്ചാലും പരിഹരിക്കാം. രവിവർമ്മൻ സാർ തന്നെ. ശ്രീ തന്നെ പറഞ്ഞതല്ലേ, പ്രപ്പോസ് ചെയ്ത ദിവസം തന്നെ ശ്രീയോടൊപ്പം വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ രവിവർമ്മൻ സാർ റെഡിയായിരുന്നു എന്ന്. സമ്മതിക്കാത്തത് ശ്രീ തന്നെയാ. ഇനിയെങ്കിലും ശ്രീ ആ ദുരഭിമാനം അങ്ങ് മറക്കണം. നിങ്ങൾ ഒരുമിച്ച് ചെന്ന് സുദർശൻ അങ്കിളിനോടും സരോജ ആന്റിയോട് സംസാരിക്കേ. ഒരു കുഴപ്പമില്ലാതെ സംസാരിച്ചോണ്ടിരുന്ന മനുഷ്യനാ ആക്സിഡന്റ് എന്നൊക്കെ പറഞ്ഞാല് അയ്യോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. അയ്യോ എന്റെ അമ്മേ, അയ്യോ എനിക്ക് പരവേശം വരുന്നേ. അയ്യോ മോളെവിടെ? അവളെവിടെ പോയി? മോളെ ശ്രീലക്ഷ്മി. കുഞ്ഞമ്മ ആദ്യം കുറച്ച് വെള്ളം കുടിക്കും. അയ്യോ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അയ്യോ ശ്രീകുട്ടി മുറ്റത്ത് കൃഷ്ണയോട് സംസാരിച്ചോണ്ട് നിൽക്കോ? എന്തോന്ന് സംസാരം? വിളിക്കവളെ ഇങ്ങോട്ട്. ശ്രീലക്ഷ്മി ഓടിവാടി. ആരും അവിടെ ചോരയിൽ കുളിച്ചു കിടക്കുന്നില്ല. റോഡിൽ സൈക്കിൾ തട്ടി ആരെങ്കിലും ബാലൻസ് തെറ്റി വീണാലും അതിനെ ആക്സിഡന്റ് എന്ന് പറയൂ. ഇതും അതുപോലെയാ. നീ നേരിട്ട് കണ്ടോ? ഇല്ലല്ലോ. സൈക്കിൾ തട്ടി വീണ പോലെയാണെങ്കിൽ അങ്ങേര് പിന്നെന്താ എന്നോട് ഫോണിൽ സംസാരിക്കാത്ത? ഇതൊന്നും അല്ല. ശ്രീയുടെ അച്ഛന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അയ്യോ എന്റെ കാര്യക്കൊത്തിയമ്മേ, എന്റെ ദേഹം മുഴുവൻ ഇറക്കിയാണല്ലോ. അയ്യോ ഞാനിപ്പോ ബോധം കെട്ടി വീഴുക. അയ്യോ അയ്യോ എന്റെ ശ്രീടച്ച. എന്താ മയച്ചി, എന്താ ഇതൊക്കെ? എപ്പോഴാ ആക്സിഡന്റ് പറ്റിയത്? എവിടെ വെച്ചാ? ഇവിടെ അടുത്ത് തന്നെ കാറ് തട്ടി ചിറ്റപ്പം വീണതാ. അത് ഓടിച്ചവരുമ്പോ ഞാൻ ഫോണിൽ സംസാരിച്ചു. അഡ്രസ്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ ചിറ്റപ്പനെ കൊണ്ടുവന്നോളൂ. കുഞ്ഞമ്മ ഇവിടെ കിടക്കട്ടെ, നീ വാ, നമുക്ക് പുറത്തുപോയി വെയിറ്റ് ചെയ്യാം. ദേ ചിറ്റപ്പൻ.
അച്ഛാ കുഞ്ഞമ്മ അപ്പൊ നിങ്ങക്ക് ചോരയൊന്നും വന്നില്ലേ? ഞാൻ വിചാരിച്ചു ഉടുപ്പൊക്കെ കീറി ശരീരമൊക്കെ ഒരഞ്ഞ് ചോരയെ പോലിച്ച്. യോ നാമോളച്ച് ഓരോന്ന് പറയാതെടി. ചാവാത്ത എന്നെ നീ വർത്താനം പറഞ്ഞു കൊല്ലൂലോ. രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ. ഇത് വീണപ്പോ കാലിന്റെ കുഴ തെറ്റിയതാ. അയ്യോ നീരും കേറിയിട്ടുണ്ട്. അകത്ത് മുറിവുണ്ടോന്ന് നാളെ നോക്കാം. ഇപ്പൊ വേണ്ടത് അനക്കം തട്ടാതെ കാല് കെട്ടിവെക്കുക എന്നതാ. ചിറ്റപ്പ ഇരിക്ക്, ഞാൻ ബാൻഡേഡ് എടുത്തിട്ട് വരാം. പതുക്കെ പതുക്കെ പതുക്കെ. അയ്യോ അയ്യോ. ഹലോ. ആ ഞാൻ രാജാറാമ. നിന്നെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കണോ നീ? ഓഫായപ്പോൾ ചാർജിലിട്ടിരിക്കാം. എന്തൊരു രാജാറാം? ചെറിയൊരു ആക്സിഡന്റ് വാർത്തയുണ്ട്. രഘുവും രേഖയും സഞ്ചരിച്ചിരുന്ന കാർ നമ്മുടെ സുദർശൻ ചേട്ടനെ ഇടിച്ച് താഴെയിട്ടു. ശ്രീലക്ഷ്മിയുടെ അച്ഛനെയോ? എന്നിട്ട്? പേടിക്കാനൊന്നുമില്ല, ചില മൈനർ ഇഞ്ചുറീസ്. ഈ വിവരം ഞാൻ അറിഞ്ഞത് രഘു ചില ഫ്രണ്ട്സിന് ഷെയർ ചെയ്തപ്പോഴാണ്. ഏതായാലും ഞാനിതറിഞ്ഞെന്ന് അവർക്കറിയില്ല. അവരിത് നിന്നോട് രഹസ്യമായി സൂക്ഷിക്കുന്ന സ്ഥിതിക്ക് അവർ തിരിച്ചു വരുമ്പോൾ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കേണ്ടത്. ശരി, ഞാനിപ്പോൾ തന്നെ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് പുറപ്പെടാം. നീ വരുന്നൊരു കമ്പനിക്ക്? ഏയ് വേണ്ട രവി, ഞാൻ പറഞ്ഞില്ലേ അതൊരു ചെറിയ ആക്സിഡന്റ് മാത്രമാണ്. അദ്ദേഹത്തിന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. നീ ഉടനെ അങ്ങോട്ട് ചെന്നാൽ അവൾക്ക് അതിന്റെ പേരിലാവും ടെൻഷൻ മുഴുവൻ. ഞാനിതറിഞ്ഞ സ്ഥിതിക്ക് നീ ഈ വിവരം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചു എന്നേ ഉള്ളൂ. നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ശരി. ദേഹം മുഴുവൻ ഒരു തരിപ്പായിരുന്നുകൊണ്ട് രാത്രിയാണെങ്കിൽ ഉറക്കം വന്നില്ല. വെറുതെ ഇങ്ങനെ കിടന്നു. ഭാര്യമാരോട് തർക്കുത്തരവും പറഞ്ഞ് മൈൻഡ് ചെയ്യാൻ നടക്കുന്ന എല്ലാ ഭർത്താക്കന്മാരുടെ ഗതി ഇത് തന്നെയാ. രാത്രി ഉറക്കം കിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കാനേ പറ്റൂ. നിന്നിപ്പോ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇല്ലല്ലോ. ഞാൻ മോളോടല്ലേ സംസാരിക്കുന്നത്. മോളും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. മൊബൈൽ നോക്കി കിടക്കുന്നത് ഞാനും കണ്ടതാ. ആണോടി? ഇങ്ങനെ രാത്രിക്ക് രാത്രി ഫോണ് നോക്കി കിടന്നാ ഒടുവിൽ നിന്റെ കണ്ണടിച്ചു പോവുകയുള്ളൂ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ലമ്മേ, ഉറക്കം വന്നില്ല. ഞാൻ വെറുതെ കിടന്ന് ഉരുളണ്ട. ചായ കുടിക്കേ. ഇതാണ് ഇവളുടെ പെയിൻ കില്ലർ. ഇത് കുടിച്ചാ എന്റെ ശരീരവേദനയൊക്കെ പമ്പ കിടക്കും. ഇല്ലേ സരോജം? പമ്പയല്ല, ഭാരതപ്പുഴ. ചൂടാറും മുമ്പ് അതങ്ങ് കുടിക്കും മനുഷ്യ. വെറുതെ ഇരുന്നങ്ങ് തള്ളാതെ. എന്തൊരാശ്വാസം, എന്തൊരാശ്വാസം. അധികം പതപ്പിക്കണ്ട. ഇതും കുടിച്ചിട്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. കുറച്ചു കഴിയുമ്പോ ഒരുങ്ങി കെട്ടി കടയിൽ പോകാൻ നോക്കിയാലേ എന്റെ സ്വഭാവം മാറും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ചേട്ടൻ രാവിലെ അവിടെ വെറുതെ ഇരിക്കും.
വന്ന് സിങ്ക് ഒന്ന് ശരിയാക്കി താ. ഉം. ഞാൻ ഈ കയ്യിലെ സ്വർണ്ണമുട്ടയും വെച്ചോണ്ട് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഹോപ്പി നിനക്ക്? ഡേ സത്യസന്ധൻ സുദർശന, നിന്റെ മാനവും മര്യാദയൊക്കെ ഈ വീഡിയോ റിലീസാകുന്നതോടെ തീർന്നോളും. നല്ലൊരു സമയം നോക്കി റിലീസ് വച്ചിരിക്കുക ഞാൻ. ചേട്ടാ ദാ വരുന്നു. അയ്യോ എന്റെ സാറേ, ഒന്നും പറയണ്ട. ഓരോരോ സമയത്ത് ഓരോ സ്ഥലത്താ വേദനയെന്നാ പറയുന്നത്. വെറുതെ ഇരിക്കണി നാവിട്ടലക്കാതെ. എന്നാലും സാർ എന്നെ കാണാൻ വേണ്ടി മാത്രം ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു സാറിന്. അതെന്താ, വരാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിൽ അന്യനാണോ ഞാൻ നിങ്ങൾക്ക്? അയ്യോ അങ്ങനെയല്ല സാർ, ഒന്ന് വെറുതെ ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതിയായിരുന്നു. നീ എന്തിനാ മോളെ ഇതൊക്കെ സാറിനെ അറിയിക്കാൻ പോയത്? പാവ സാറ് അത്രയും ദൂരത്തുനിന്ന് എത്ര പ്രയാസപ്പെട്ടു വേണം വരാൻ. ഹേയ് നോ 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 നോ, ശ്രീലക്ഷ്മി പറഞ്ഞല്ല ഞാനിത് അറിഞ്ഞത്, വേറെ വഴിയാണ്. അപ്പൊ തോന്നി സ്വയം വന്ന് ശ്രീലക്ഷ്മിയുടെ അച്ഛനെ നേരിട്ട് കണ്ട് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കണമെന്ന്. അതിനോടൊപ്പം നേരിട്ട് തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. ക്ഷമ ചോദിക്കാനോ? സാറെന്തിനാ ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നത്? അത് മനസ്സിലായില്ല. പറയാം. താങ്കൾക്ക് ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം തന്നെ വർമ്മൻ കുടുംബം. ശ്രീലക്ഷ്മിയുടെ അച്ഛനെ ഇടിച്ചു വീഴ്ത്തിയ വണ്ടി ഓടിച്ചത് ഞങ്ങളുടെ ഒരു കുടുംബാംഗമായിരുന്നു. എന്റെ അനിയൻ രഘുവർമ്മന്റെ ഭാര്യ രേഖ. കുറെ നേരം ആയല്ലോ ഇത്. എവിടെയാണ് അങ്കിൾ പറയുന്ന വീഡിയോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ കൃഷ്ണേ, കൊറേ വീഡിയോ ഉണ്ട് ഇതില്. അപ്പിട്ട് കിട്ടണ്ടേ? എന്താടാ അവിടെ? സന്തോഷമായി പൊന്നുമോനെ, വളരെ വളരെ സന്തോഷം. നിനക്കിത് തന്നെ വേണം. എപ്പ നോക്കിയാലും ഒരേ കളിയാ മൊബൈലില്, 24 മണിക്കൂറും കളി. ഇപ്പൊ സമാധാനം ആയല്ലോ. ആ പെൺകുട്ടി ആര്, എത്ര വയസ്സായി, അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ, സാമ്പത്തിക സ്ഥിതി എങ്ങനെ, ഇതൊക്കെ അറിയാനാ ഞങ്ങള് പോയത്. കാരണം ബ്രദറിൻലോയുടെ വൈഫ് എന്ന് പറയുമ്പോ നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച പെൺകുട്ടി ആയിരിക്കണമല്ലോ. ഏതെങ്കിലും ഒരാളായ പോരാ. അത് അന്വേഷിച്ച് പുറപ്പെട്ടതാ ഞങ്ങള്. എന്നിട്ട് ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചോ? സോറി ബാലമാൻ, കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതിന്റെ ഇടയിലാ ആക്സിഡന്റ് പറ്റിയത്. അത് പക്ഷെ കഴിഞ്ഞു. എന്നാലും അന്വേഷണം നിന്നുപോയി. സാരമില്ല മദറല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് ആ കുട്ടിയെ മദറല്ലോയുടെ മുന്നിലേക്ക് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിരിക്കും. ഇത് രേഖയുടെ വാക്കാം. ഹലോ, ബാലമ്മ വിശ്വസിക്കുന്നുണ്ടോ രേഖയെ പറഞ്ഞ സത്യമാണെന്ന്? പറഞ്ഞത് കേട്ടിട്ട് എനിക്കൊരു തമാശ പോലെയാ തോന്നിയത്. എന്തായാലും രവിക്കുഞ്ഞൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ വലിയ സന്തോഷമുള്ള കാര്യോ? അതെ, സത്യമാകട്ടെ എന്നാ എന്റെ ആഗ്രഹം. എന്നാൽ രവി തന്നോട് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ നന്നായിരുന്നു. സാരമില്ല, എനിക്ക് ഉറപ്പുണ്ട് രവി എന്നോട് പറയും അവന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന്. ആ പിന്നെ ഏതായാലും ബാലമാൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അവന്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്.
വരും മാഡം, കയറിയിരുന്നാലും പ്ലീസ്. സർ പ്ലീസ്, ഇത്ര ബഹുമാനമൊന്നും കാണിക്കരുത്. ഞങ്ങള് പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. ഓ, കൂടുതൽ വിനയം കാണിക്കുന്നതും ഒരു തരം നമ്പറായിട്ടേ തോന്നൂ. ശരി, എന്നാ പിന്നെ പോലീസ് പറയട്ടെ, വിനയത്തിലല്ല, നല്ല ഗൗരവത്തിൽ. കളിയാക്കണ്ട. സാറിന് പോലീസ് മുറി അത്യാവശ്യം അറിയാമെന്ന് എനിക്കറിയാം. ചേട്ടാ, ഇതിപ്പോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. ഇനി എങ്ങനെ തന്നോട് സംസാരിക്കേണ്ടെന്ന് പറ, അതുപോലെ സംസാരിക്കാൻ ഞാൻ. സാർ എങ്ങനെ സംസാരിക്കണമെന്നില്ല. ഞാൻ സാധാരണ എന്നും ഓഫീസിൽ പോകുന്ന പോലെ പോവാൻ വരെയും ചെയ്തോളാം. സാറിനെ ഉപദ്രവിക്കുന്നില്ല, പോരെ? ശരി, ആയിക്കോട്ടെ. ഈ അടുത്ത കാലത്ത് കവി പാടിയിട്ടുള്ളത് കാമുകിമാർ സ്വതവേ സുന്ദരികളാണെന്നും പിണങ്ങിയാൽ അതിലേറെ സുന്ദരികളാണെന്നുമാണ്. അതെയോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതേത് കവിയാണോ ആവോ? അത് തനിക്കറിയാൻ സാധ്യതയില്ല. എഴുതി പച്ച പിടിച്ചു തുടങ്ങിയ പുതിയൊരാളാ. പുതിയൊരാളോ? അതെ, പേര് രവിചന്ദ്രവർമ്മൻ. നല്ല പൊക്കമുള്ള കവിയാ. ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ എഴുതി കൂടുതൽ ഉയരങ്ങളിലെത്താൻ സാധ്യതയുണ്ട്. ആണല്ലേ? എന്നാൽ ആ കവി ആളത്ര ശരിയല്ലെന്നാ എന്റെ ഒരു അഭിപ്രായം. ഓഹോ, അങ്ങനൊരു അഭിപ്രായമുണ്ടോ? അല്ല, അയാൾക്ക് എന്താണാവോ കുഴപ്പം? അയാളൊരു പാവം മനുഷ്യനല്ലേ? പാവം മനുഷ്യനോ ആ കവി കുഞ്ചുരനോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാ അതേ ചെയ്യൂ അയാള്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞാ കൃത്യമായിട്ട് അത് ചെയ്തിരിക്കും. അറ്റ്ലീസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുൻപ് എനിക്കൊരു മെസ്സേജ് എങ്കിലും അയച്ചൂടെ അയാൾക്ക്? മനുഷ്യപ്പറ്റില്ലാത്ത കവി. അയ്യോ, സോറി. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് തനിക്ക് ഇത്രയും ടെൻഷൻ ആവുമെന്ന് ഞാൻ കരുതിയതില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ഡസൻ വള ഒരുമിച്ചിടണം. അതിൽ ഒരെണ്ണം പോലും പൊട്ടിപ്പോവാൻ പാടില്ല. അതാണ് അതിന്റെ മെയിൻ ടാസ്ക്. ഗുഡ്, ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ്, പക്ഷേ പ്രാക്ടിക്കലി കുറച്ച് കഷ്ടമാണ്. രഘുപറ, പറ്റുമോ ഇല്ലയോ നിനക്ക്? ഇതൊക്കെ എന്തോന്ന് ചേട്ടായി, ഞാൻ എപ്പോഴേ റെഡിയല്ലേ. കല്യാണ സൗകര്യമൊന്നും അല്ലല്ലോ, എങ്കിൽ ഞാൻ പെട്ടേനെ. ഇത് വെറും ചീട് വളകളല്ലേ. എങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ചു കളയാം. യമനെ, അമ്മേ, നീ പോയി കുറച്ച് കുപ്പിവെള്ളം എടുത്തോണ്ട് വാ. ദേ, ഒരേ കളർ മതി. ശരി അമ്മേ. ഈ കയ്യിലല്ലേ? അല്ല, സാറിന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. എന്റെ ടെൻഷൻ അടിച്ചോ? അതോ പേടിയാണോ വളയിടാൻ? അതൊന്നുമല്ല, ഈ കൂടുതൽ ബലം പ്രയോഗിച്ച തന്റെ കൈ വേദനിക്കുമെന്നുള്ള പേടിയാ. അപ്പൊ സാർ ഈ ചലഞ്ചിൽ തോറ്റൊന്ന് കരുതട്ടെ ഞാൻ. മോനെ, ഒന്നും പൊട്ടിക്കരുത്.
കോളേജിൽ പഠിക്കുമ്പോ ഗേൾ ഫ്രണ്ട്സിന് നോ 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 സോറി 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 2 കൊല്ലമായി രേഖയുടെ കയ്യിൽ മാത്രം. അതല്ല രവി, നിനക്കതിലെന്താ ഇത്രമാത്രം ഉത്സാഹം? നീ ആർക്കെങ്കിലും വളയിട്ട് കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ലമ്മേ. ആ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ കയ്യിൽ വളയിടാൻ ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഇളം പ്രായത്തിൽ അവരുടെ കൈകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇപ്പെന്തു പറയുന്നു? 100% ഞാൻ പറഞ്ഞില്ലേ? Yeah, sure. 100%. You are right. എന്താണ് 100%? Nothing, ചേട്ടായി. നത്തിങ് ബ്രദറല്ലോ. ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മദർ-ഇൻ-ലോ. ഇനി ഇതിനപ്പുറം വേറെ പ്രൂഫ് ഒന്നും വേണ്ടല്ലോ. രേഖ, താൻ പുലിയാണ്. ആദ്യമൊക്കെ താൻ വെറുതെ പറയുന്നതായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിലെന്തോ ഉണ്ട്. നമുക്കത് കണ്ടുപിടിക്കണം ഉടൻ തന്നെ. യെസ് യെസ്. സർ, മൈ ഗോഡ്, സത്യമായിട്ട് സാറ് തന്നെയാണോ ഈ നിൽക്കുന്നത്? അത് കൊള്ളാം. ഞാൻ പറഞ്ഞു തന്നെയല്ലേ എല്ലാ ദിവസവും കാലത്ത് ഇവിടെ വരുമെന്ന് തന്റെ അച്ഛനെ കാണാൻ. പുറത്തുനിന്ന് വിളിച്ചപ്പോ താൻ ഫോൺ എടുത്തില്ല. അല്ല, എവിടെ നമ്മുടെ വില്ലൻ? കാണാനില്ലല്ലോ. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിരിക്കുക. മായച്ചു കൊണ്ടുപോയി. കൂടെ അമ്മയും ഉണ്ട്. ഓ ഐ സീ. അപ്പോ എപ്പോഴാണ് മടങ്ങി വരവ്? സർ, ഇതൊരല്പം ഓവറാ കേട്ടോ. ദിവസം വന്നിങ്ങനെ നോക്കാൻ തക്ക രീതിയില് എന്റെ അച്ഛനൊന്നും പറ്റിയിട്ടില്ല. സാർ ഓഫീസിലേക്ക് പോയിക്കോ. അച്ഛൻ വന്ന ശേഷം ഞാനും വന്നോളാം. ഇവിടിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, ദാറ്റ്സ് ഗുഡ്. അതെ, സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ വന്നത് തന്റെ അച്ഛനെ കാണാനില്ല, തന്നെ കാണാനില്ല. താങ്ക് യു സർ. പക്ഷേ എന്താടു മുഖത്തൊരു ചെറിയ കാർമേഘം? തന്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത നേരത്ത് ഞാൻ വന്നത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനൊന്നും ഇല്ല സർ. സാർ വന്നത് സന്തോഷം തന്നെയാ. സത്യമായിട്ടും? സത്യമായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ വന്നത് ശരിയായ സമയത്ത്. ഐ എം അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. ആൻഡ് ഐ വിൽ ടെൽ യു.
48 മണിക്കൂർ ചലഞ്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാണ് നോം എഴുന്നള്ളിയിരിക്കുന്നത്. മഹാറാണി ആ തൃക്കയും നീട്ടിയത് പ്ലീസ്. അമ്മേ, ഓഫീസിൽ പോകാൻ സമയമായി. ആ സ്വല്പം നിക്ക്, ഞാൻ ദാ വരുന്നു. പിന്നെ ഇന്ന് നിനക്ക് കൊണ്ടുപോകാൻ ചോറ് വെച്ചിട്ടില്ല. രാവിലത്തെ ഉപ്പുമാവ പാത്രത്തില്. ദാ ഇത് നിനക്ക്. ഇത് രവിവർമ്മൻ സാറിന്. ശരി അമ്മേ, പോയിട്ട് വരാം ഞാൻ. സൂക്ഷിച്ചു പോണം. എന്റെ ദൈവങ്ങളെ, ഈ പെങ്കൊച്ചിന് കൂടെ നിന്ന് കാത്തോളണേ. അമ്മേ, അമ്മ എന്തിനാ ഇപ്പോഴും ഹലോ അമ്മേ. എന്താ രവി, തിരക്കാണോ നിനക്ക്? സംസാരിച്ചോട്ടെ ഞാൻ. പിന്നെന്താ, അമ്മ പറഞ്ഞോളൂ. എന്തു പറ്റി ഇങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ 1-2 ദിവസമായിട്ട് നീ നേരത്തെ ഓഫീസിൽ പോകുന്നേ. ജോലി കൂടുതലാണെന്ന് മനസ്സിലായി. ആദ്യം നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് മനസ്സിൽ കരുതിയതാ. പിന്നെ തോന്നി തിരക്കൊഴിയാൻ കാത്തുനിന്ന ഒന്നും നടക്കില്ലെന്ന്. അല്ല, ഒരല്പസമയം കണ്ടെത്തി നിനക്കൊന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ? അയ്യോ, എന്തു പറ്റി അമ്മേ? അവിടെ എന്തെങ്കിലും പ്രശ്നം? എന്തു പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. അത് തന്നെ എന്റെ പ്രശ്നം. നിനക്ക് ഇപ്പോഴൊന്ന് വരാൻ പറ്റുമോ? അല്ലമ്മേ, അത് പിന്നെ... അല്ല, പറ്റില്ലെങ്കിൽ വേണ്ട, വേറൊരു ദിവസം നമുക്ക് സംസാരിക്കാം. ഞാൻ അല്പം കാത്തിരിക്കണമെന്നല്ലേ ഉള്ളൂ. അത് വേണ്ടമ്മേ, ഞാനിപ്പോ തന്നെ വരാം. അമ്മ ആവശ്യപ്പെട്ടതല്ലേ, അത് കഴിഞ്ഞിട്ട് മതി എന്റെ ബാക്കി കാര്യങ്ങൾ. ഞാൻ ഉടനെ എത്തും അമ്മ. ശരി, അങ്ങനെയാവട്ടെ. എന്തായിരിക്കും അമ്മയ്ക്ക് ഇത്ര അത്യാവശ്യം? ഏതായാലും വീട്ടിലേക്ക് പോവാം. എന്തായാലും ഇപ്പൊ ഇത്ര സമയമില്ലേ,
സരോജമ്മ ഫോൺ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തിരിക്കാം. ഒന്ന് വിളിച്ചോളാം. അവള് ഫോൺ എടുക്കണല്ലോ. എന്താണ് സംഭവിക്കുന്ന ഒരു ഊഹവും കിട്ടുന്നില്ല. ഏതായാലും ആദ്യം അമ്മയെ കാണും, അത് കഴിഞ്ഞ് വിളിച്ചു നോക്കാം. ഈ തുണികൾ ഇതുവരെ എടുത്തു വെച്ചില്ല. ആ പെണ്ണ് കാരണം എല്ലാ ജോലികളും മുടങ്ങി. അശ്ശോ, അയ്യോ, അവളുടെ ഫോൺ വാങ്ങിച്ചിട്ട് കൊടുത്തില്ലല്ലോ. ഫോൺ അത്യാവശ്യം ഉണ്ടായിരുന്നോ എന്തോ. അവള് പോവുകയും ചെയ്തല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനോ?